മോർണിംഗ്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് നെത്തിലി സമ്പാലാണ്, അതായത് ഉണക്കമീൻ സമ്പാൽ. അപ്പോൾ അതിനാവശ്യമായത് ഇവിടെ ഞാനൊരു 100 ഗ്രാം നെത്തിലി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 സവോള ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തത്, 2 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ നമുക്കിത് കണക്ക് മുളകും വെളുത്തുള്ളി ഇഞ്ചി ഇത് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് അരച്ച പേസ്റ്റ് ഇവിടെയുണ്ട്. ഇതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും അരച്ച പേസ്റ്റ്, ഇതാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായത് മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർക്കാം. പിന്നെ ഓയിൽ, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉണക്കമീൻ വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെത്തിലി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഒത്തിരി അങ്ങ് മൂത്തുകൊണ്ട് ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നെത്തിലി വറുത്ത അതേ ഓയിലിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഏകദേശം ഇച്ചിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ വെന്തുടയണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് നമ്മളൊരു 4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുളകിൻ്റെ പച്ചമണം മാറി നല്ലതായിട്ട് മൂത്ത് വരണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. നെത്തിലിക്ക് ഉപ്പുള്ളതാണ്. ഇതിന് ആവശ്യമുള്ള അരപ്പിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. മുളക് മൂത്ത ശേഷം നമുക്കൊരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ച നെത്തിലി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെത്തിലി സമ്പാൽ റെഡി. ഇതേപോലെ എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.